ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ഓരോരുത്തരും മുന്നോട്ട് വന്നതെന്ന് സ്വന്തം ഗെയിമിനെ പറ്റിയും വ്യക്തിത്വത്തെ പറ്റിയും പൊങ്ങച്ചം പറയണം. ഇതാണ് മോർണിംഗ് ടാസ്ക്. ആദ്യം തന്നെ അനീഷ് മുന്നോട്ട് വന്നതെന്ന് സെൽഫ് ലവിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. സ്വയം സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റില്ല. പിന്നെ ഗെയിം കളിക്കുന്നതിനപ്പുറത്തേക്ക് 100 ദിവസം ജീവിക്കാനായിട്ടാണ് ഞാൻ വന്നത്. ഞാനിവിടെ വന്നതിൽ വളരെയേറെ സന്തോഷവാനാണ്. ഇങ്ങനെയൊക്കെ അനീഷ് പറയുന്നുണ്ട് കേട്ടോ. നല്ല ബോറിംഗ് സ്പീച്ച് ആയിരുന്നു. ഈ സമയത്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്, ഇത്തിരി പൊങ്ങച്ചമൊക്കെ വരട്ടെ അനീഷ്, ഇല്ലാത്തതൊക്കെ പറയാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പോലും അനീഷ് ഇല്ലാത്തതൊന്നും പറയുന്നില്ല കേട്ടോ. ആകെ പറയുന്ന ഒരു കാര്യം, പൊങ്ങച്ചത്തിന്റെ പോലും എനിക്ക് അറിയില്ല എന്നാണ്. അനീഷിനെ കൊണ്ട് അത് പറ്റിയില്ല. അത് തന്നെയാണ് അനീഷിന് പൊങ്ങച്ചം പറയാൻ അറിയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. സ്വയം സെൽഫ് ബൂസ്റ്റ് ചെയ്ത് പറയുന്ന സമയത്ത് ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയുമോ? എന്നുവെച്ചാ ഞാൻ ഒരുപാട് മോശം ക്വാളിറ്റീസ് ഉള്ള ഒരു വ്യക്തിയാണെന്നൊക്കെ പറയൂ? ഇല്ല, പറയത്തില്ല. അതുകൊണ്ട് അനീഷ് ചെയ്ത ആ ഒരു രീതി കണ്ടാലേ അറിയാം പുള്ളിക്ക് പൊങ്ങച്ചം പറയാൻ അറിയത്തില്ല. ഇത് കഴിഞ്ഞിട്ട് വന്ന നെവിനും ഷാനവാസും അക്ബറും ഒക്കെ ക്യാരക്ടർ പിടിച്ച് ചെയ്തിരുന്നു. നല്ല രസമായിട്ട് ചെയ്തിരുന്നു. പക്ഷെ ഈ ടാസ്കിൽ ശരിക്കും ഞെട്ടിച്ച ഒരാള് ഒനീലാണ്. നല്ല പൊങ്ങച്ച സ്ലാങ് ഒക്കെ പിടിച്ചിട്ട് ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. എനിക്കൊരാളെ ഓർമ്മ വന്നു, ഞാൻ ആളുടെ പേര് പറയുന്നില്ല, നിങ്ങൾ ഗസ് ചെയ്തോ. ഒനീല് തകർത്തു വാഴുന്ന കാഴ്ചയാണ് കണ്ടത്. ഇവിടെ ആകെ സൂപ്പർ മോഡൽസ് ആയിട്ടുള്ളത് ഞാനും ജിസേലും ഒക്കെ ഉള്ളൂ. ക്യാപ്റ്റൻസി ഒക്കെ എനിക്ക് 3 തവണ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ തള്ളുന്നുണ്ട്. പിന്നെ ഇവിടെ യെല്ലോ ഷൂസ് ഉള്ളത് എനിക്ക് മാത്രമാണ്, അത് ക്യാരി ചെയ്യാൻ എനിക്ക് അറിയാന്നുള്ള രീതിയിലൊക്കെ ഒനീല് പറയുന്നുണ്ട്. നല്ല രസമായിരുന്നു. അത് BB+ലോ മറ്റോ കാണിക്കുമെന്ന് തോന്നുന്നു. ആര്യനാണ് പിന്നെ തകർത്തത്. കുന്നുംകുളം റൺബീറിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട് ഇപ്പൊ എത്തി നിൽക്കുന്നത് ഏജവാനി ഹേദിവാനി 2-ലെ ലീഡ് റോൾ ആയിട്ടാണെന്നൊക്കെ ആര്യൻ തള്ളുന്നുണ്ട്. പിന്നെ രൺബീർ കപൂറിന്റെ ജോലി കളഞ്ഞു എന്നൊക്കെ ആര്യം പറയുന്നുണ്ട്. അതേപോലെ എല്ലാവരും വസ്ത്രങ്ങളില്ലാതെ നടന്ന സമയത്ത് നല്ല വസ്ത്രങ്ങൾ ഇട്ട് വിലസി നടന്നത് ഞാൻ മാത്രമാണ്. അത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ആ ഒരു റേസർ ബാഡ്ജ് ആദ്യം ആര്യന്റെ കയ്യിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ എടുത്ത് പറയുന്നുണ്ട്. ഒനീലും ആര്യനുമാണ് ഈ ടാസ്ക് ശരിക്കും തകർത്തതായിട്ട് എനിക്ക് തോന്നുന്നത്. ഇവർ രണ്ടുപേരും, ആര്യനാണേലും ഒനീലാണേലും ശരിക്കും ചിരിപ്പിച്ച ഒരു ടാസ്ക് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.